പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, നഷ്ടപ്പെട്ടു പോയ നമ്മെ തേടിയാണ് യേശുനാഥൻ ഈ ലോകത്തിലേക്ക് വന്നത്. യോഹന്നാൻ 10:11 യേശു പറയുന്നു, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 18:12 യേശു പറയുന്നു, ഒരാൾക്ക് 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് വഴിതെറ്റിപ്പോയാൽ 99നെയും മലയിൽ വിട്ടിട്ട് അവൻ വഴി തെറ്റിയതിനെ അന്വേഷിച്ച് പോകാതിരിക്കുകയില്ലേ? വഴിതെറ്റിപ്പോയ ആട്ടിൻകുട്ടിയാണ് നാം ഓരോരുത്തരും. 100 ആടുകളിൽ 99 യേശുവിൻ്റെ നിയന്ത്രണത്തിലും യേശുവിനോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലും വിശുദ്ധിയിലും ജീവിക്കുന്നവരാണ്. അവർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നില്ല. അവർക്ക് വഴി തെറ്റുന്നുമില്ല. വഴിതെറ്റിപ്പോകുന്ന നമ്മെ അന്വേഷിച്ചാണ് യേശുനാഥൻ ഭൂമിയിലേക്ക് വന്നത്. പാപികളായ നമ്മെ കണ്ടെത്തി വീണ്ടെടുത്ത് ദൈവം തൻ്റെ പുത്രൻ്റെ സ്ഥാനത്തേക്ക് നമ്മെ ഉയർത്തുന്നതിനാണ് ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത്. യേശു നമ്മോട് ആവശ്യപ്പെടുന്നത് അനുതപിക്കുവാനാണ്. യേശു പറയുന്നു, അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ വളരെയേറെ സന്തോഷം ഉണ്ടാകും എന്ന്. യോഹന്നാൻ 18:14 യേശു പറയുന്നു, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ഇഷ്ടപ്പെടുന്നില്ല. യോഹന്നാൻ 3:16 തിരുവചനം പറയുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. നാം ദൈവത്തിൻ്റെ മുൻപിൽ വിലയുള്ളവരാണ്. യേശു തൻ്റെ ജീവൻ കാൽവരി കുരിശിൽ വിലയായി കൊടുത്തുകൊണ്ടാണ് നമ്മെ വീണ്ടെടുത്തത്. നമ്മുടെ വില യേശു കുരിശിലാണ് വെച്ചിരിക്കുന്നത്. യേശുവിൻ്റെ തിരുരക്തത്താലാണ് നമ്മുടെ പാപക്കറകൾ കഴുകപ്പെടുന്നത്. യെശയ്യാ 53:6 മുതലുള്ള വചനങ്ങളിൽ നാം ആടുകളെപ്പോലെ വഴിതെറ്റിപ്പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. യേശു ജനിക്കുന്നതിന് 600 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും വഴിതെറ്റിപ്പോയിരിക്കുന്നു. നാം പാപങ്ങൾ ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നു. നമ്മുടെ പാപഭാരങ്ങളെല്ലാം ദൈവം തൻ്റെ മകനായ യേശുവിൻ്റെ മേൽ ചുമത്തി. കഠിനമായ പീഡകൾ സഹിച്ച് കുരിശിൽ നമുക്കായി യേശു ജീവൻ ബലിയർപ്പിച്ചു. അവന് ലഭിച്ച ശിക്ഷയിലൂടെയാണ് നാം രക്ഷപ്പെട്ടത്. നമ്മുടെ ബുദ്ധിക്ക് അത് ഗ്രഹിക്കാൻ പോലും സാധിക്കുകയില്ല. അങ്ങനെ ആ കാര്യങ്ങളെ നമുക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞാൽ നാം യേശുവിനോട് കൂടുതൽ സ്നേഹവും അടുപ്പവുമുള്ളവരായി മാറും. നാം ചിന്തിക്കേണ്ടത്, യേശു നേടിത്തന്ന രക്ഷ നാം സ്വന്തമാക്കിയോ? പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി തൻ്റെ പാപഭാരങ്ങൾ യേശു ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി കുരിശിൽ ജീവൻ ബലിയർപ്പിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ കുരിശ് മരണത്താൽ എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു എന്നും വിശ്വസിച്ച് അനുതപിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവയെല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ സ്വന്തം ജീവിതത്തിൽ കർത്താവ് നാഥനുമായി സ്വീകരിക്കുമ്പോഴാണ് നമുക്ക് യേശു നേടിത്തന്ന രക്ഷ സ്വന്തമാക്കാൻ കഴിയുന്നത്. നാം അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച് സുവിശേഷം അനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് വിശുദ്ധി നേടാൻ സാധിക്കും. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാനും സാധിക്കുകയില്ല. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.